തുറക്കുമ്പോ പൊന്നുപെങ്ങളെ സന്ധ്യാസമയത്ത് കയ്യിലിരിക്കുന്ന റിമോട്ടിലൂടെ ആഭാസം കാണാനല്ല, സന്ധ്യാസമയത്തല്ലേ സൂറത്തുൽ മുൽക്ക് ഓതേണ്ടത്, ദാരിദ്ര്യത്തെ പടയടക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് വാങ്ങേണ്ടത്. ആ സൂറത്തുൽ മുൽക്കിലാണ് അല്ല പറഞ്ഞത്. വല്ലടി അല്ലയാരെന്നറിയുമോ? ഈ ഇണക്കമുള്ള വേട്ടമൃഗത്തെ പോലെ. ദലൂരാന്ന് പറഞ്ഞാൽ വേട്ടമൃഗമാണ്, പക്ഷെ അതിനെ മനുഷ്യൻ ഇണക്കിയെടുത്തതാണ്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞതല്ല. ഖുർആനും പ്രപഞ്ചവും പറയുമ്പോ ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു ഗോളത്തിന്റെ കടയാ. ഈ ഭൂമിയെ കുറിച്ച് അല്ല പറഞ്ഞ വാക്കെന്താ? ഇത് വേട്ടമൃഗമാണ്, കുതിച്ചു ചാടുന്ന, ആരെ കണ്ടാലും ആക്രമിക്കുന്ന, ഒരു മനുഷ്യന്റെ കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കാത്ത വേട്ടമൃഗമാണ് ഭൂമി. വേട്ടമൃഗത്തെ പോലെ തുള്ളിച്ചാടുന്ന ഭൂമി. നിങ്ങൾക്ക് ഇണക്കമുള്ളതാക്കി തന്നത് ഞാനല്ലയോ? എന്തിനെന്നറിയുമോ? ആ ഭൂമിയുടെ മുകളിൽ നിങ്ങൾക്ക് സുന്ദരമായി ജീവിക്കാൻ മാത്രമോ നിങ്ങൾക്ക് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ, നിങ്ങൾക്ക് ഉപജീവന മാർഗം നടത്താൻ. ഇത്രയും പറഞ്ഞിട്ട് അല്ലാഹു അവസാനിപ്പിക്കുന്നതെന്താ? പക്ഷേ ഈ ഭൂമിയുടെ മുകളിൽ വേട്ടമൃഗത്തെ പോലെ കുതിച്ചു ചാടുന്ന ഭൂമി, വേട്ടമൃഗത്തെ പോലെ ഇളകി ചാടുന്ന ഭൂമി. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കുദറത്തിന്റെ കീഴിലാ ഭൂമി ഇങ്ങനെ അടങ്ങിക്കിടക്കുന്നത്. അല്ലാഹു കുദറത്തിന്റെ പിടുത്തമെങ്ങാനും വിട്ടുകളഞ്ഞ അല്ലാഹു പറയുകയാണ് ഭൂമിയോട്, ഭൂമിയെ നീ ചിതറിത്തെറിക്കുക, നീ ഇളകിയാടുക എന്ന് പറയുമ്പോ പണ്ട് സമൂഹ ഗോത്രത്തെ തകർത്തതുപോലെ, ആദിനെ തകർത്തതുപോലെ, ഇറമിനെ തകർത്തതുപോലെ ഈ ഭൂമി ഇങ്ങനെ ഇളകിയാടും. എപ്പോഴാണോ മനുഷ്യൻ അറപ്പതിക്കുന്നത്, ആദിനെ പോലെ വ്യഭിചരിക്കുന്നത്, ആദ് സമൂഹത്തെ പോലെ അഹങ്കരിക്കുന്നത്, സമൂദിനെ പോലെ വ്യഭിചരിക്കുന്നത്, ലൂത്തിനെ പോലെ പ്രകൃതി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത്, ആ സമയത്താണ് അല്ലാഹു ഈ മൃഗത്തെ പോലെ ഇളകിച്ചാടുന്ന ഭൂമിയുടെ പിടിവിടുമ്പോ ആ ഭൂമി മനുഷ്യനെയും കൊണ്ട് മറന്നു പോകുമെന്ന്. സഹോദരങ്ങളെ, പുരാതന കാലത്തൊരു സമൂഹം ഉണ്ടായിരുന്നു. ആ സമൂഹമാണ് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം. അവർ ഈ ഭൂമിയുടെ മുകളിൽ ജീവിച്ചവരാ. പക്ഷെ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനം ചെയ്തപ്പോ പടച്ചറപ്പ് എന്ത് ചെയ്തെന്നറിയോ? ജിബ്രീലേ പറന്നിറങ്ങുക. ആ ജിബ്രീല് പറന്നിറങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുതിരത്തിന്റെ കൈകൊണ്ട് ഭൂമിയെ താഴേക്കൊന്ന് പൊക്കിയപ്പോ ചട്ടുകം കൊണ്ട് ദോഷമൊരുക്കുന്നത് പോലെ ജിബ്രീൽ ആ ഭൂമിയുടെ അടിത്തട്ടിലൊന്ന് പിടിച്ചു. മെല്ലെ ഒന്ന് പൊന്തിയപ്പോ ആ നാട്ടുകാർ മുഴുവനും അവർ ജീവിച്ചിരുന്ന ഭൂമിയോടെ ആകാശത്തിലേക്ക് പൊന്തുകയാ. ഏതുവരെ ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട്. ആ നാട്ടിലെ കോഴി കരയുന്ന ശബ്ദം ആകാശത്തിലുള്ളവർ കേൾക്കുന്നത് വരെ ആ ഭൂമി അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തി ദോഷം മറിക്കുന്നത് പോലെ ഒരു മറിച്ചിൽ മറിച്ചപ്പോ അവര് ചാവുകടലില് തകർന്നു തരിപ്പണമായി പോയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഭൂമി ഇളകിത്തെറിക്കുന്നത്, ഈ കൊടുങ്കാറ്റാഞ്ഞു വീശുന്നത്, അമേരിക്കയിലെ ഒരു മണിക്കൂർ കൊണ്ട് 670 കിലോമീറ്റർ വേഗതയിൽ അടികിത്തെറിച്ച സാൻഡി കൊടുങ്കാറ്റ് അറബിക്കടലും കഴിഞ്ഞിട്ടെങ്ങാനും കടന്നു വന്ന അറബിക്കടലും കടന്നു വന്ന അല്ലാഹു സമൂദ് ഗോത്രത്തെ നശിപ്പിച്ചത്, ആദിനെ നശിപ്പിച്ചത്, ഇറമിനെ നശിപ്പിച്ചത്. എന്നിട്ട് ചിന്തിക്കണ്ട, അല്ലാഹുവേ ഞങ്ങളെ നശിപ്പിക്കാത്തതെന്താ? സഹോദരങ്ങളെ, സമൂദ് ഗോത്രം അവര് 2 ചെറുപ്പക്കാര് വ്യഭിചരിച്ചപ്പോ, 8 ചെറുപ്പക്കാര് വ്യഭിചരിച്ചപ്പോ സമൂദ് ഗോത്രത്തെ അല്ലാഹു പാടെ നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ എന്താ? കേരളത്തിന്റെ അവസ്ഥ എന്താ? കേരളത്തിലെ പ്രായപൂർത്തിയായ പെണ്ണിന് സ്വന്തം വീട്ടിലെ പ്രൈവറ്റ് റൂമിന്റെ കതകിടാറ്, സ്വന്തം റൂമിലെ കതകിന് കുത്തിയിടാതെ കിടന്നിറങ്ങാൻ മനസ്സില്ല. കാരണം എന്താ?
നമ്മുടെ കേരളത്തിലെ പ്രായബുദ്ധിയായ പെൺകുട്ടിക്ക് സ്വന്തം റൂം കുറ്റിയിടാതെ കിടന്നിറങ്ങാ പേടിയാ. അവൾക്ക് ആരെയാ പേടിയെന്നറിയോ? അയൽപക്കത്ത് താമസിക്കുന്ന അബ്കാരി കോൺട്രാക്ടറെയല്ല, അയൽപക്കത്ത് താമസിക്കുന്ന പെൺമാണിപക്കാരനെയല്ല, അയൽപക്കത്ത് താമസിക്കുന്നവൻ ഏറ്റവും വലിയ അക്രമിയായതുകൊണ്ടല്ല. ആരെ പേടിച്ചിട്ടാ? പൊന്നുമോക്ക് കിടന്നുറങ്ങാ പേടി. 9 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഭിത്തിയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ജന്മം നൽകിയ സ്വന്തം പിതാവിനെ ഭയന്നിട്ട് പ്രായബുദ്ധിയായ പെൺകുട്ടിക്ക് സ്വന്തം റൂമിൽ കുട്ടിയിടാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ലോകം മാറുമ്പോ കേരളത്തിൽ 178 പെൺകുട്ടികൾ അവര് സ്വന്തം പിതാവിനാൽ ഗർഭിണിയാക്കപ്പെട്ടവളാ. കാസർഗോഡ് ജില്ലയിൽ 6 പേരാണുള്ളത്. ആ പെങ്കൊച്ചിന്റെ കയ്യിൽ കിടക്കുന്ന പൊന്നുമോളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിന്റെ അച്ഛനാരെന്ന് ചോദിച്ച, ഇതിന്റെ ഉപ്പയാരെന്ന് ചോദിച്ച ആ പ്രിയപ്പെട്ട മണ്ണ് പറയും, എനിക്ക് ജന്മം നൽകിയവനാരോ അവനാണ് എന്റെ മകൾക്കും ജന്മം നൽകിയവനെന്ന് പറയേണ്ടി വരുന്ന. അബൂജഹൽ സ്വന്തം മകളെ വ്യഭിചരിച്ചിട്ടില്ല, ഉത്തബത്ത് സ്വന്തം മകളെ വ്യഭിചരിച്ചിട്ടില്ല, ശൈബത്ത് സ്വന്തം മകളെ വ്യഭിചരിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ബഹുമാനപ്പെട്ട ഷാഫി ബാക്കൽ പറഞ്ഞു നിർത്തിയെടുത്ത് വീണ്ടും പറയുകയാ, കേരളത്തിലെ വിധവകൾ കൂടുകയാ. നമ്മുടെ കേരളത്തിലെ വിധവകൾ കൂടുകയാ. ഏത് വിധവയാണെന്നറിയോ? അവൾക്ക് ഗ്രാമപഞ്ചായത്ത് വിധവാ പെൻഷൻ കൊടുക്കില്ല, അവൾക്ക് പഞ്ചായത്തിൽ നിന്ന് അവശ്യ പെൻഷൻ കിട്ടില്ല. കാരണം എന്താ? അവളുടെ ഭർത്താവ് മരിച്ചിട്ടില്ല, അവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഓരോ ബെഡ്റൂമിലാണ് കിടന്നുറങ്ങുന്നത്. പക്ഷെ അവള് വിധവയാണ്, വിധവയാണ്, വിധവയാണ്. കേരളത്തിലെ സൈബർ വിധവകൾ കൂടുകയാ. ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞ വാക്ക് സൈബർ വിധവ എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങിപ്പോയ ഭർത്താവിനെയും കാത്ത് പാവപ്പെട്ട ഭാര്യ കാത്തിരിക്കുമ്പോ പാതിരാ സമയത്ത് ഭാര്യ അവള് തന്റെ കിടപ്പറയിലെ മണിയറയും മുടക്കിയിട്ട് കാത്തു നിൽക്കുമ്പോ പാതിരാ സമയത്ത് മൊബൈൽ ഫോണിലൂടെ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലോ വെയിറ്റ് ഷെഡിന്റെ ഉള്ളിലോ സ്വന്തം ഓഫീസ് റൂമിന്റെ ഉള്ളിൽ www.com ലോകത്തുള്ള പരവെണ്ണമായി പരവെണ്ണുമായി ഇന്റർനെറ്റിലൂടെ സെക്സ് നടത്തുന്ന, ഫോൺ സെക്സ് നടത്തുന്ന 100 കണക്കിന് ഭർത്താക്കന്മാർ. ഭാര്യ കാത്തിരിക്കുകയാണ്, ഭർത്താവ് ഇന്റർനെറ്റിലൂടെ രതിസുഖത്തിലാണ്. ആ പെണ്ണ് വിധവയാണ്, വിധവയാണ്, വിധവയാണ്. ആ പെണ്ണാണ് സൈബർ വിധവ. സൈബർ ലോകം അവൾക്ക് സംഭവിച്ച വിധവാത്വത്തിന്റെ പേര് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, കേരളത്തിലെ വ്യഭിചാരം വർദ്ധിക്കുകയാ. ഖുർആനും പ്രബന്ധം എന്ന വിഷയം പറയുമ്പോ സമൂഹത്തെ പടച്ച അല്ലാ, അതിനെ പടച്ച അല്ലാ, എല്ലാത്തിനെയും നശിപ്പിച്ച അല്ലാ നമ്മളെ കാണുന്നില്ല എന്ന് കരുതുകയാണ്. കേരളത്തിലെ വ്യഭിചാരം വർദ്ധിക്കുകയാ. ഏത് വ്യഭിചാരമാണെന്നറിയോ? കാസർഗോഡ് ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ പാതിരാത്രി 12 മണിക്ക് മാംസം വിൽക്കാൻ പറ്റുന്ന പരവേശികള് ആവശ്യക്കാര് വരുമ്പോ 100 രൂപ കൊടുത്തിട്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നടത്തുന്ന വ്യഭിചാരമല്ല. കാസർഗോഡോ കോഴിക്കോടോ മലപ്പുറത്തോ എറണാകുളത്തോ തിരുവനന്തപുരത്തോ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോ ബോംബെ ജൂഹു ബീച്ചിലോ റെഡ് സീറ്റിലോ നടക്കുന്ന മാംസക്കച്ചവടമല്ല. പാതിരാ സമയത്ത് ലൈംഗിക തൊഴിലാളികൾ നടത്തുന്ന വ്യഭിചാരമല്ല. ഏറ്റവും വലിയ വ്യഭിചാരം ഏതെന്നറിയോ? ഏത് ചെറുപ്പക്കാരന്റെ ശരീരത്തിലുള്ള അവന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോണിലൂടെ ഫോൺ സെക്സ് വളരുകയാ. കേരളത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരം നടക്കുന്ന മൊബൈൽ ഫോണിലൂടെയാ. പാതിരാ സമയത്ത് മൊബൈൽ ഫോൺ ചുണ്ടോട് ചേർത്ത് വെച്ച് കാതോട് ചേർത്ത് വെച്ച് അന്യ പെണ്ണുമായി ഫോണിലൂടെ രതിവേഗത നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നിസ്കാരത്തടമുണ്ടോ? നിസ്കാരത്തടമുണ്ട്. തൊപ്പിയുണ്ടോ? തൊപ്പിയുണ്ട്. വേഷവിധാനമുണ്ടോ? വേഷവിധാനമുണ്ട്. അള്ളാഹു വേദിച്ചതുപോലെ സഹോദരങ്ങള് ഇവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരിൽ ആർക്കാ പറയാൻ കഴിയുക? മൊബൈൽ ഫോണിലൂടെ പരവെണ്ണുമായിട്ട് പരകായം നടത്തുന്ന, ജവർഗരതി നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, അള്ളാഹു പറഞ്ഞതുപോലെ ഞാനിത് പറയാൻ കാരണം എന്താ? പണ്ട് കാലത്ത് സമൂഹപ്പെട്ടപ്പോലെ 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയ കാലം പോലെ ഈ ലോകം അതപ്പതിക്കുകയാണ്. ഉമ്മയോട് വ്യഭിചാരം നടത്തുന്ന, പെങ്ങളെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന കോഴിക്കോട് അരയിടത്ത് ഭാഗത്ത് കഴിഞ്ഞ മാസം ഒരു പെൺമാണിവ് നടന്നു. ആരാ? കോഴിക്കോടുകാരി അസ്മ. ആരാ? കോഴിക്കോടുകാരി അസ്മ. അസ്മ എന്ന 35 വയസ്സുകാരെ അറസ്റ്റ് ചെയ്യുമ്പോ ആ കൂട്ടത്തിൽ 14 വയസ്സുള്ള ഒരു പൊന്നുമോളെ അറസ്റ്റ് ചെയ്തു. അവളും പെൺമാണിവ് നടത്തിയവളാ. ആ പെണ്ണ് പറഞ്ഞു, ആദ്യമായിട്ട് എന്നെ കൂട്ടിക്കൊടുത്തതാരെന്നറിയോ? ഈ നിൽക്കുന്ന എന്റെ
ഉമ്മയാണെന്ന് ചാടിച്ചു കൊടുത്ത അസ്മാ എന്ന പെണ്ണ് സ്വന്തം മകളെ പെങ്ങളെ കടിയുമോ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും വയറ്റിന്റെ ഉള്ളിലിട്ട് മരണത്തിന് സമാനമായ വേദന സഹിച്ച ഉമ്മ. മരണത്തിന്റെ സമാനമായ വേദനയാണ് പ്രസവ വേദനക്ക്. ആ വേദനയുടെ അളവെന്താണെന്നറിയോ? ഒരു പെണ്ണിന്റെ പ്രസവ വേദനയുടെ അളവ് ശാസ്ത്രലോകം പറയുക 20 എല്ലുകൾ ഒരേ സമയത്തൊടിഞ്ഞാൽ ഏത് വേദനയാണോ ഉണ്ടാകുന്നത് അതേ വേദനയാണ് പ്രസവത്തിന്റെ വേദന. ശരീരത്തിലെ 20 അസ്ഥികൾ ഒരേ സമയത്തൊടിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന സഹിച്ചിട്ട് പ്രസവിച്ച മകള് കശ്മലന്മാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോ, സ്വന്തം മകളെ പോലും വ്യഭിചാരത്തിന് ഉപയോഗിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അഹമ്മദ് കബീർ 600 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതെന്തിനാ? അള്ളാഹുവിന്റെ ഖുർആന്റെ 2 ആയത്തോട് കേൾപ്പിക്കാനാ. അള്ളാഹ് ചോദിക്കുകയാണ്, ഈ പ്രപഞ്ചത്തെ പടച്ചത് ഞാനാണെങ്കിൽ അഫാമിനാഹിലുൽ ഖുർആൻ അയ്യതിയഹും ബഅസുനാ ബയാതന വഹും നായിമൂൻ. ഖുർആന്റെ 3 ആയത്തുകൾ. അഫാമിനാഹിലുൽ ഖുർആൻ, ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? ഖുർആൻ നമുക്ക് വേണ്ടി ഇറക്കിയ ആയത്താണോ എന്ന് തോന്നിപ്പോകും. അഫാമിനാഹിലുൽ ഖുർആൻ, ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? അവൾക്ക് ആരെയാ പേടിയെന്നറിയോ? അയൽപക്കത്ത് താമസിക്കുന്ന അബ്കാരി കോൺട്രാക്ടറെയല്ല, അയൽപക്കത്ത് താമസിക്കുന്ന പെൺമാണിപക്കാരനെയല്ല, അയൽപക്കത്ത് താമസിക്കുന്നവൻ ഏറ്റവും വലിയ അക്രമിയായതുകൊണ്ടല്ല. ആരെ പേടിച്ചിട്ടാ? പൊന്നുമോക്ക് കിടന്നുറങ്ങാൻ പേടി. 9 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഭിത്തിയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ജന്മം നൽകിയ സ്വന്തം പിതാവിനെ ഭയന്നിട്ട് പ്രായബുദ്ധിയായ പെൺകുട്ടിക്ക് സ്വന്തം റൂമിൽ കുട്ടിയിടാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ലോകം മാറുമ്പോ കേരളത്തിൽ 178 പെൺകുട്ടികൾ അവര് സ്വന്തം പിതാവിനാൽ ഗർഭിണിയാക്കപ്പെട്ടവളാ. കാസർഗോഡ് ജില്ലയിൽ 6 പേരാണുള്ളത്. ആ പെങ്കൊച്ചിന്റെ കയ്യിൽ കിടക്കുന്ന പൊന്നുമോളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിന്റെ അച്ഛനാരെന്ന് ചോദിച്ച, ഇതിന്റെ ഉപ്പയാരെന്ന് ചോദിച്ച, ആ പ്രിയപ്പെട്ട മണ്ണ് പറയും, എനിക്ക് ജന്മം നൽകിയവനാരോ അവനാണ് എന്റെ മകൾക്കും ജന്മം നൽകിയവനെന്ന് പറയേണ്ടി വരുന്ന. അബൂജഹൽ സ്വന്തം മകളെ വ്യഭിചരിച്ചിട്ടില്ല, ഉത്തമത്ത് സ്വന്തം മകളെ വ്യഭിചരിച്ചിട്ടില്ല, ശൈബത്ത് സ്വന്തം മകളെ വ്യഭിചരിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ബഹുമാനപ്പെട്ട ഷാഫി ബാക്കർ പറഞ്ഞു നിർത്തിയെടുത്ത് വീണ്ടും പറയുകയാ, കേരളത്തിലെ വിധവകൾ കൂടുകയാ. നമ്മുടെ കേരളത്തിലെ വിധവകൾ കൂടുകയാ. ഏത് വിധവയാണെന്നറിയോ? അവൾക്ക് ഗ്രാമപഞ്ചായത്ത് വിധവാ പെൻഷൻ കൊടുക്കില്ല, അവൾക്ക് പഞ്ചായത്തിൽ നിന്ന് അവശ്യ പെൻഷൻ കിട്ടില്ല. കാരണം എന്താ? അവളുടെ ഭർത്താവ് മരിച്ചിട്ടില്ല, അവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഒരേ ബെഡ്റൂമിലാണ് കിടന്നുറങ്ങുന്നത്. പക്ഷെ അവള് വിധവയാണ്. കേരളത്തിലെ സൈബർ വിധവകൾ കൂടുകയാ. ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞ വാക്ക് സൈബർ വിധവ എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങിപ്പോയ ഭർത്താവിനെയും കാത്ത് പാവപ്പെട്ട ഭാര്യ കാത്തിരിക്കുമ്പോ പാതിരാ സമയത്ത് ഭാര്യ അവള് തന്റെ കിടപ്പറയിലെ മണിയറയും മുടക്കിയിട്ട് കാത്തു നിൽക്കുമ്പോ പാതിരാ സമയത്ത് മൊബൈൽ ഫോണിലൂടെ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലോ വെയിറ്റ് ഷെഡിന്റെ ഉള്ളിലോ സ്വന്തം ഓഫീസ് റൂമിന്റെ ഉള്ളിൽ www.com ലോകത്തുള്ള പരവെണ്ണമായി പരവെണ്ണമായി ഇന്റർനെറ്റിലൂടെ സെക്സ് നടത്തുന്ന, ഫോൺ സെക്സ് നടത്തുന്ന 100 കണക്കിന് ഭർത്താക്കന്മാർ. ഭാര്യ കാത്തിരിക്കുകയാണ്, ഭർത്താവ് ഇന്റർനെറ്റിലൂടെ രതിസുഖത്തിലാണ്. ആ പെണ്ണ് വിധവയാണ്. ആ പെണ്ണാണ് സൈബർ വിധവ. സൈബർ ലോകം അവൾക്ക് സംഭവിച്ച വിധവാത്വത്തിന്റെ പേര്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, കേരളത്തിലെ വ്യഭിചാരം വർദ്ധിക്കുകയാ. ഖുർആനും പ്രബന്ധം എന്ന വിഷയം പറയുമ്പോ സമൂഹത്തെ പടച്ച അല്ലാഹ്, അതിനെ പടച്ച അല്ലാഹ്, എല്ലാത്തിനെയും നശിപ്പിച്ച അല്ലാഹ് നമ്മളെ കാണുന്നില്ല എന്ന് കരുതുകയാണ്. കേരളത്തിലെ വ്യഭിചാരം വർദ്ധിക്കുകയാ. ഏത് വ്യഭിചാരമാണെന്നറിയോ? കാസർഗോഡ് ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ പാതിരാത്രി 12 മണിക്ക് മാംസം വിൽക്കാൻ പറ്റുന്ന പരവേശികള്. ആവശ്യക്കാര് വരുമ്പോ 100 രൂപ കൊടുത്തിട്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നടത്തുന്ന വ്യഭിചാരമല്ല. കാസർഗോഡോ കോഴിക്കോടോ മലപ്പുറത്തോ എറണാകുളത്തോ തിരുവനന്തപുരത്തോ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോ ബോംബെ ജൂഹു ബീച്ചിലോ റെഡ് സീറ്റിലോ നടക്കുന്ന മാംസക്കച്ചവടമല്ല. പാതിരാ സമയത്ത് ലൈംഗിക തൊഴിലാളികൾ നടത്തുന്ന വ്യഭിചാരമല്ല. ഏറ്റവും വലിയ വ്യഭിചാരമേടെന്നറിയോ? ഏത് ചെറുപ്പക്കാരന്റെ ശരീരത്തിലുള്ള അവന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോണിലൂടെ ഫോൺ സെക്സ് വളരുകയാ. കേരളത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരം നടക്കുന്ന
നടക്കുന്നത് മൊബൈൽ ഫോണിലൂടെയാ. പാതിരാ സമയത്ത് മൊബൈൽ ഫോൺ ചുണ്ടോട് ചേർത്ത് വെച്ച് കാതോട് ചേർത്ത് വെച്ച് അന്യ പെണ്ണുമായി ഫോണിലൂടെ രതിവേഗത നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നിസ്കാരത്തടമുണ്ടോ? നിസ്കാരത്തടമുണ്ട്. തൊപ്പിയുണ്ടോ? തൊപ്പിയുണ്ട്. വേഷവിധാനമുണ്ടോ? വേഷവിധാനമുണ്ട്. അള്ളാഹു വേദിച്ചതുപോലെ സഹോദരങ്ങള്, ഇവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരിൽ ആർക്കാ പറയാൻ കഴിയുക? മൊബൈൽ ഫോണിലൂടെ പരപെണ്ണുമായിട്ട് പരകായം നടത്തുന്ന, ജവർഗരതി നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, അള്ളാഹു പറഞ്ഞതുപോലെ ഞാനിത് പറയാൻ കാരണം എന്താ? പണ്ട് കാലത്ത് സമൂഹപ്പെട്ടപ്പോലെ 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയ കാലം പോലെ ഈ ലോകം അധപ്പതിക്കുകയാണ്. ഉമ്മയോട് വ്യഭിചാരം നടത്തുന്ന, പെങ്ങളെ വിൽപ്പന ചരക്കാറ്റ് മാറ്റുന്ന കോഴിക്കോട് അരയിടത്ത് ഭാഗത്ത് കഴിഞ്ഞ മാസം ഒരു പെൺവാണിഭം നടന്നു. ആരാ? കോഴിക്കോടുകാരി അസ്മ. ആരാ? കോഴിക്കോടുകാരി അസ്മ. അസ്മ എന്ന 35 വയസ്സുകാരെ അറസ്റ്റ് ചെയ്യുമ്പോ ആ കൂട്ടത്തിൽ 14 വയസ്സുള്ള ഒരു പൊന്നുമോളെ അറസ്റ്റ് ചെയ്തു. അവളും പെൺവാണിഭം നടത്തിയവളാ. ആ പെണ്ണ് പറഞ്ഞു, ആദ്യമായിട്ട് എന്നെ കൂട്ടിക്കൊടുത്തതാരെന്നറിയോ? ഈ നിൽക്കുന്ന എന്റെ ഉമ്മയാണെന്ന് ചാടിച്ചു കൊടുത്ത അസ്മ എന്ന പെണ്ണ് സ്വന്തം മകളെ പെങ്ങളെ കഴിയുമോ? 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും വയറ്റിന്റെ ഉള്ളിലിട്ട് മരണത്തിന് സമാനമായ വേദന സഹിച്ച ഉമ്മ. മരണത്തിന്റെ സമാനമായ വേദനയാണ് പ്രസവ വേദനക്ക്. ആ വേദനയുടെ അളവെന്താണെന്നറിയോ? ഒരു പെണ്ണിന്റെ പ്രസവ വേദനയുടെ അളവ് ശാസ്ത്രലോകം പറയുക 20 എല്ലുകൾ ഒരേ സമയത്തൊടിഞ്ഞാൽ ഏത് വേദനയാണോ ഉണ്ടാകുന്നത്, അതേ വേദനയാണ് പ്രസവത്തിന്റെ വേദന. ശരീരത്തിലെ 20 അസ്ഥികൾ ഒരേ സമയത്തൊടിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന സഹിച്ചിട്ട് പ്രസവിച്ച മകള് കശ്മലന്മാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോ, സ്വന്തം മകളെ പോലും വ്യഭിചാരത്തിന് ഉപയോഗിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അഹമ്മദ് കബീർ 600 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതെന്തിനാ? അള്ളാഹുവിന്റെ ഖുർആന്റെ 2 കേൾപ്പിക്കാനാ. അള്ളാഹ് ചോദിക്കുകയാണ്, ഈ പ്രപഞ്ചത്തെ പടച്ചത് ഞാനാണെങ്കിൽ അഫഅമിനഅഹ്ലുൽ ഖുറാ അയതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ഖുർആന്റെ 3 ആയത്തുകൾ. അഫഅമിനഅഹ്ലുൽ ഖുറാ, ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? ഖുർആൻ നമുക്ക് വേണ്ടി ഇറക്കിയ ആയത്താണോ എന്ന് തോന്നിപ്പോകും. അഫഅമിനഅഹ്ലുൽ ഖുറാ, ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? എല്ലാത്തിനെയും നശിപ്പിച്ച അല്ലാഹ് നമ്മളെ കാണുന്നില്ല എന്ന് കരുതുകയാണ്. കേരളത്തിലെ വ്യഭിചാരം വർദ്ധിക്കുകയാ. ഏത് വ്യഭിചാരമാണെന്നറിയോ? കാസർഗോഡ് ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ പാതിരാത്രി 12 മണിക്ക് മാംസം വിൽക്കാൻ പറ്റുന്ന പരവേശികള്. ആവശ്യക്കാര് വരുമ്പോ 100 രൂപ കൊടുത്തിട്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നടത്തുന്ന വ്യഭിചാരമല്ല. കാസർഗോഡോ കോഴിക്കോടോ മലപ്പുറത്തോ എറണാകുളത്തോ തിരുവനന്തപുരത്തോ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോ ബോംബെ ജൂഹു ബീച്ചിലോ റെഡ് സീറ്റിലോ നടക്കുന്ന മാംസക്കച്ചവടമല്ല. പാതിരാ സമയത്ത് ലൈംഗിക തൊഴിലാളികൾ നടത്തുന്ന വ്യഭിചാരമല്ല. ഏറ്റവും വലിയ വ്യഭിചാരമേടെന്നറിയോ? ഏത് ചെറുപ്പക്കാരന്റെ ശരീരത്തിലുള്ള അവന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോണിലൂടെ ഫോൺ സെക്സ് വളരുകയാ. കേരളത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരം നടക്കുന്നത് മൊബൈൽ ഫോണിലൂടെയാ. പാതിരാ സമയത്ത് മൊബൈൽ ഫോൺ ചുണ്ടോട് ചേർത്ത് വെച്ച് കാതോട് ചേർത്ത് വെച്ച് അന്യ പെണ്ണുമായി ഫോണിലൂടെ രതിവേഗത നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നിസ്കാരത്തടമുണ്ടോ? നിസ്കാരത്തടമുണ്ട്. തൊപ്പിയുണ്ടോ? തൊപ്പിയുണ്ട്. വേഷവിധാനമുണ്ടോ? വേഷവിധാനമുണ്ട്. അള്ളാഹു വേദിച്ചതുപോലെ സഹോദരങ്ങള്, ഇവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരിൽ ആർക്കാ പറയാൻ കഴിയുക? മൊബൈൽ ഫോണിലൂടെ പരപെണ്ണുമായിട്ട് പരകായം നടത്തുന്ന, ജവർഗരതി നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, അള്ളാഹു പറഞ്ഞതുപോലെ ഞാനിത് പറയാൻ കാരണം എന്താ? പണ്ട് കാലത്ത് സമൂഹപ്പെട്ടപ്പോലെ 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയ കാലം പോലെ ഈ ലോകം അധപ്പതിക്കുകയാണ്. ഉമ്മയോട് വ്യഭിചാരം നടത്തുന്ന, പെങ്ങളെ വിൽപ്പന ചരക്കാറ്റ് മാറ്റുന്ന കോഴിക്കോട് അരയിടത്ത് ഭാഗത്ത് കഴിഞ്ഞ മാസം ഒരു പെൺവാണിഭം നടന്നു. ആരാ? കോഴിക്കോടുകാരി അസ്മ. ആരാ? കോഴിക്കോടുകാരി അസ്മ. അസ്മ എന്ന 35 വയസ്സുകാരെ അറസ്റ്റ് ചെയ്യുമ്പോ ആ കൂട്ടത്തിൽ 14 വയസ്സുള്ള ഒരു പൊന്നുമോളെ അറസ്റ്റ് ചെയ്തു. അവളും പെൺവാണിഭം നടത്തിയവളാ. ആ പെണ്ണ് പറഞ്ഞു, ആദ്യമായിട്ട് എന്നെ കൂട്ടിക്കൊടുത്തതാരെന്നറിയോ? ഈ നിൽക്കുന്ന എന്റെ ഉമ്മയാണെന്ന് ചാടിച്ചു കൊടുത്ത അസ്മ എന്ന പെണ്ണ് സ്വന്തം മകളെ പെങ്ങളെ കഴിയുമോ? 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും വയറ്റിന്റെ ഉള്ളിലിട്ട് മരണത്തിന് സമാനമായ വേദന സഹിച്ച ഉമ്മ. മരണത്തിന്റെ സമാനമായ വേദനയാണ് പ്രസവ വേദനക്ക്.
ആ വേദനയുടെ അളവെന്താണെന്നറിയോ? ഒരു പെണ്ണിന്റെ പ്രസവ വേദനയുടെ അളവ് ശാസ്ത്രലോകം പറയുക 20 എല്ലുകൾ ഒരേ സമയത്തൊടിഞ്ഞാൽ ഏത് വേദനയാണോ ഉണ്ടാകുന്നത് അതേ വേദനയാണ് പ്രസവത്തിന്റെ വേദന. ശരീരത്തിലെ 20 അസ്ഥികൾ ഒരേ സമയത്തൊടിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന സഹിച്ചിട്ട് പ്രസവിച്ച മകള് കശ്മലന്മാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോ, സ്വന്തം മകളെ പോലും വ്യഭിചാരത്തിന് ഉപയോഗിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അഹമ്മദ് കബീർ 600 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതെന്തിനാ? അള്ളാഹുവിന്റെ ഖുർആന്റെ 2 ആയത്തോട് കേൾപ്പിക്കാനാ. അള്ളാഹ് ചോദിക്കുകയാണ്, ഈ പ്രപഞ്ചത്തെ പടച്ചത് ഞാനാണെങ്കിൽ അഫാമിനാഹിനുൽ ഖുർആൻ അയ്യതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ഖുർആന്റെ 3 ആയത്തുകൾ അഫാമിനാഹിനുൽ ഖുർആൻ, ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? ഖുർആൻ നമുക്ക് വേണ്ടി ഇറക്കിയ ആയത്താണോ എന്ന് തോന്നിപ്പോകും. അഫാമിനാഹിലുൽ ഖുർആൻ, ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? ഉമ്മയോട് വ്യഭിചാരം നടത്തുന്ന, പെങ്ങളെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന കോഴിക്കോട് അരയിടത്ത് ഭാഗത്ത് കഴിഞ്ഞ മാസം ഒരു പെൺമാണി നടന്നു. ആരാ? കോഴിക്കോടുകാരി അസ്മ. ആരാ? കോഴിക്കോടുകാരി അസ്മ. അസ്മ എന്ന 35 വയസ്സുകാരെ അറസ്റ്റ് ചെയ്യുമ്പോ ആ കൂട്ടത്തിൽ 14 വയസ്സുള്ള ഒരു പൊന്നുമോളെ അറസ്റ്റ് ചെയ്തു. അവളും പെൺമാണി നടത്തിയവളാ. ആ പെണ്ണ് പറഞ്ഞു, ആദ്യമായിട്ട് എന്നെ കൂട്ടിക്കൊടുത്തതാരെന്നറിയോ? ഈ നിൽക്കുന്ന എന്റെ ഉമ്മയാണെന്ന് ചാടിച്ചു കൊടുത്ത അസ്മ എന്ന പെണ്ണ് സ്വന്തം മകളെ പെങ്ങളെ കടിയുമോ? 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും വയറ്റിന്റെ ഉള്ളിലിട്ട് മരണത്തിന് സമാനമായ വേദന സഹിച്ച ഉമ്മ. മരണത്തിന്റെ സമാനമായ വേദനയാണ് പ്രസവ വേദനക്ക്. ആ വേദനയുടെ അളവെന്താണെന്നറിയോ? ഒരു പെണ്ണിന്റെ പ്രസവ വേദനയുടെ അളവ് ശാസ്ത്രലോകം പറയുക 20 എല്ലുകൾ ഒരേ സമയത്തൊടിഞ്ഞാൽ ഏത് വേദനയാണോ ഉണ്ടാകുന്നത് അതേ വേദനയാണ് പ്രസവത്തിന്റെ വേദന. ശരീരത്തിലെ 20 അസ്ഥികൾ ഒരേ സമയത്തൊടിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന സഹിച്ചിട്ട് പ്രസവിച്ച മകള് കശ്മലന്മാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോ, സ്വന്തം മകളെ പോലും വ്യഭിചാരത്തിന് ഉപയോഗിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അഹമ്മദ് കബീർ 600 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതെന്തിനാ? അള്ളാഹുവിന്റെ ഖുർആന്റെ 2 ആയത്തോട് കേൾപ്പിക്കാനാ. അള്ളാഹ് ചോദിക്കുകയാണ്, ഈ പ്രപഞ്ചത്തെ പടച്ചത് ഞാനാണെങ്കിൽ അഫാമിനാഹിനുൽ ഖുർആൻ അയ്യതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ഖുർആന്റെ 3 ആയത്തുകൾ അഫാമിനാഹിനുൽ ഖുർആൻ, ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? ഖുർആൻ നമുക്ക് വേണ്ടി ഇറക്കിയ ആയത്താണോ എന്ന് തോന്നിപ്പോകും. അഫാമിനാഹിലുൽ ഖുർആൻ, ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? പറയുക 20 എല്ലുകൾ ഒരേ സമയത്തൊടിഞ്ഞാൽ ഏത് വേദനയാണോ ഉണ്ടാകുന്നത് അതേ വേദനയാണ് പ്രസവത്തിന്റെ വേദന. ശരീരത്തിലെ 20 അസ്ഥികൾ ഒരേ സമയത്തൊടിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന സഹിച്ചിട്ട് പ്രസവിച്ച മകള് കശ്മലന്മാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോ, സ്വന്തം മകളെ പോലും വ്യഭിചാരത്തിന് ഉപയോഗിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അഹമ്മദ് കബീർ 600 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതെന്തിനാ? അള്ളാഹുവിന്റെ ഖുർആന്റെ 2 ആയത്തോട് കേൾപ്പിക്കാനാ. അള്ളാഹ് ചോദിക്കുകയാണ്, ഈ പ്രപഞ്ചത്തെ പടച്ചത് ഞാനാണെങ്കിൽ അഫാമിനാഹിനുൽ ഖുർആൻ അയ്യതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ഖുർആന്റെ 3 ആയത്തുകൾ അഫാമിനാഹിനുൽ ഖുർആൻ, ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? ഖുർആൻ നമുക്ക് വേണ്ടി ഇറക്കിയ ആയത്താണോ എന്ന് തോന്നിപ്പോകും. അഫാമിനാഹിലുൽ ഖുർആൻ, ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? കേൾപ്പിക്കാനാ. അള്ളാഹ് ചോദിക്കുകയാണ്, ഈ പ്രപഞ്ചത്തെ പടച്ചത് ഞാനാണെങ്കിൽ അഫാമിനാഹിലുൽ ഖുർആൻ അയ്യതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ഖുർആന്റെ 3 ആയത്തുകൾ അഫാമിനാഹിനുൽ ഖുർആൻ, ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? ഖുർആൻ നമുക്ക് വേണ്ടി ഇറക്കിയ ആയത്താണോ എന്ന് തോന്നിപ്പോകും. അഫാമിനാഹിലുൽ ഖുർആൻ, ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? ഖുർആന്റെ 3 ആയത്തുകൾ അഫാമിനാഹിനുൽ ഖുർആൻ, ഈ
ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? ഖുർആൻ നമുക്ക് വേണ്ടി ഇറക്കിയ ആയത്താണോ എന്ന് തോന്നിപ്പോകും. ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? ഖുർആൻ നമുക്ക് വേണ്ടി ഇറക്കിയ ആയത്താണോ എന്ന് തോന്നിപ്പോകും. ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? നിർഭയമാവുകയാണോ?